നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തകൃതിയായി നടക്കുന്നു. LDF അല്ലെങ്കിൽ UDF ആണ് കേരളത്തിൽ വരാനുള്ള സാധ്യത. BJP ഒക്കെ ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇപ്പോൾ LDF കൊണ്ട് 2 വർഷം 2 ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ ഇനി അടുത്ത UDF വോട്ട് ചെയ്യുമെന്ന് പറയുന്നു. അവരാണ് ജയസാധ്യത കൂടുതൽ അവർക്കാണ് എന്നുള്ളത് ഏകദേശം തീരുമാനമായ മട്ടാണ്. അപ്പോൾ നമ്മുടെ UDF ഘടകകക്ഷി എന്ന് പറഞ്ഞ RSP, അവർക്കിപ്പോൾ ഒരു MP ആണുള്ളത്, കൊല്ലത്ത് നിന്ന് NK പ്രേമചന്ദ്രൻ. അപ്പോൾ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞ നമ്മുടെ ഷിബു ബേബി ജോൺ, അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റാണ് ഞങ്ങൾ മത്സരിച്ചത്. ഇപ്രാവശ്യം ഏകദേശം അങ്ങനെ തന്നെ, ഞങ്ങൾ അതിന് വേണ്ടി കടുംപിടുത്തമൊന്നും പിടിക്കുന്നില്ല. പക്ഷേ ജയസാധ്യതയുള്ള സീറ്റുകൾക്ക് ഞങ്ങൾ ചോദിക്കും. ഞങ്ങളൊരു ഘടകകക്ഷി, നല്ലൊരു സ്ട്രോങ് അവരുടെ ഒരു ഘടകകക്ഷിയാണ് എന്നാണ് അവർ പറയുന്നത്. എന്താണ് RSPയുടെ ഭാവി? UDF അവർക്ക് ശരിക്കും അങ്ങനെ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് ഉണ്ടോ? അല്ല, RSP എന്ന് പറയുന്നത് ഒരു കാലത്ത് വലിയ പ്രതാപമുള്ള ഒരു പാർട്ടിയായിരുന്നു, ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയാണ്. ഈ RSPയെ പറ്റി കളിയാക്കി പറയാറുണ്ട്, ചവറ മുതൽ ചവറ വരെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. കൊല്ലം, ചവറ ആ പ്രദേശങ്ങളിലാണ് ഇവരുടെ പ്രധാന തട്ടകം എന്ന് പറയുന്നത്. RSPയിലെ വമ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. TK ദിവാകരൻ, ബേബി ജോണ്, ശ്രീകണ്ഠൻ നായർ, RS ഉണ്ണി, ഇങ്ങനെ ഒരു വലിയ നിര പ്രഗത്ഭന്മാരായിരുന്നു ഇവർ. കൊല്ലത്തെ അധികായന്മാരായിരുന്നു. നമ്മളിപ്പോൾ കണ്ണൂരിലെ അധികായന്മാരായ ജയരാജൻ ഇവരെയൊക്കെ പറയാറില്ലേ, അതുപോലെ കൊല്ലത്തെ അധികായന്മാരായിരുന്നു ഇവർ. അപ്പോൾ RSP പിന്നീട് ഈ ഇടയ്ക്ക് LDFനോടൊപ്പം നിന്നിട്ടുണ്ട്. 2014 നമുക്കറിയാം ഈ കൊല്ലം പാർലമെന്റ് സീറ്റ് RSPയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാൻ LDF ശ്രമിച്ചു. അങ്ങനെയാണ് NK പ്രേമചന്ദ്രന് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് LDFൽ നിന്ന് ഇറങ്ങി UDFലേക്ക് വന്നു. അങ്ങനെ 2014 NK പ്രേമചന്ദ്രൻ അവിടെ നിന്ന് വിജയിക്കുന്നു. പ്രേമചന്ദ്രനെതിരെ മത്സരിച്ചത് MA ബേബിയാണ്. പിന്നീട് 2019 NK പ്രേമചന്ദ്രൻ മത്സരിക്കുന്നു. 2024 ഇപ്പോഴും പ്രേമചന്ദ്രൻ MP ആണ്. അപ്പൊ ഈ ഓരോ തവണ കഴിഞ്ഞപ്പോഴും പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം കൂടിക്കൂടി വന്നു. ഈ 2014 NK പ്രേമചന്ദ്രൻ LDFൽ നിന്ന് ഇറങ്ങി UDFൽ വന്ന് അവിടെ കൊല്ലത്ത് മത്സരിക്കുമ്പോൾ പിണറായി വിജയന്റെ ഒരൊറ്റ വാശിയായിരുന്നു തോൽപ്പിക്കണമെന്ന്. അതിനുവേണ്ടിയാണ് കൊല്ലത്ത് MA ബേബിയെ കൊണ്ട് നിർത്തി. MA ബേബിയെ ഒന്ന് ഒതുക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു. അവിടെ പോയി പിണറായി വിജയൻ പ്രസംഗിച്ചത് തന്നെ NK പ്രേമചന്ദ്രനെതിരെ പ്രസംഗിച്ചത് പരനാറി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പരനാറി പ്രയോഗം കൊണ്ട് എന്ത് പറ്റി? ബേബിക്ക് വൻ ഇടി പറ്റി. പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം കൂടിക്കൊണ്ടു. 19 ചെന്ന് ഈ പരനാറി പ്രയോഗം നടത്തി. പരനാറി എന്നും പരനാറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം കൂടിക്കൊണ്ടു. അങ്ങനെ പ്രേമചന്ദ്രന് മികച്ച പാർലമെന്റേറിയനല്ലേ, നരേന്ദ്രമോദി പോലും ഇഷ്ടപ്പെടുന്ന ഒരു പാർലമെന്റേറിയനാണ്. നരേന്ദ്രമോദി ഒരിക്കൽ അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞ് നേരിട്ട് വിളിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ നമുക്ക് പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ പോയിരുന്ന ചായ കുടിക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചായയും കുടിച്ചു. ഉടനെ ഇവിടുത്തെ LDFകാർക്ക് ആ കൂടെ ഹാലിളകി. പ്രേമചന്ദ്രൻ BJPയിലേക്ക് സംഘപരിവാറായി, സംഘിയായി എന്നൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞു. പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞാലേ, പ്രേമചന്ദ്രൻ പാർലമെന്റിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നരേന്ദ്രമോദി അവിടെ ഇരിക്കും. കാരണം പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട്. മികച്ച പാർലമെന്റേറിയനാണ്. കേരളത്തിൽ നമ്മൾ അറിയത്തില്ല പല പ്രശ്നങ്ങളും, എല്ലാവരും തഴഞ്ഞിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ സംസാരിക്കുന്നത് പലപ്പോഴും NK പ്രേമചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ആ ശബ്ദം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ പണ്ട് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന അവസരത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിട്ടിരുന്നത് AK ഗോപാലനാണ്, AKG പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ഇരിക്കും അവിടെ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി. ആ പ്രതിപക്ഷ നേതാവിനോട് അത്രയും ബഹുമാനവും പറയുന്നത് കേൾക്കുകയും ചെയ്യും. ഇപ്പൊ രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ സ്ഥിതി ആലോചിച്ചു. അതുപോലെ ഈ RSP വളരെ നിർണായകമായ ശക്തിയാണ്. അവരേതായാലും UDFൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ്. കാരണം UDF ഇപ്പോൾ വലിയൊരു തയ്യാറെടുപ്പിലാണ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇവർക്ക് ആത്മവിശ്വാസം കൂടി. അപ്പോൾ കേരളം പിടിക്കാം
അതെ. ഇനി ഒരു തവണ കൂടി ഭരണമില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ഒന്നാമത് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ശക്തമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഈ ഘടകകക്ഷികളെല്ലാം ഈ യു ഡി എഫിനകത്ത് പല ഘടകകക്ഷികളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ്, പിന്നെ അത് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, RSP, ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഒറ്റയാൾ പട്ടാളങ്ങളായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ RSPയെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, ഷിബു ഏതായാലും മത്സരിക്കും. ഇതിനിടയ്ക്കൊരു പിന്നാമ്പുറ വർത്തമാനമുണ്ട്, NK പ്രേമചന്ദ്രൻ നിയമസഭയിലേക്ക് മത്സരിക്കും എന്ന്. ഇപ്പം ഈ പ്രേമചന്ദ്രൻ കൊല്ലത്തൊരു വലിയ പിന്നെ ജനപ്രിയനായി മാറിയിട്ടുണ്ട്. അങ്ങനെ കൊല്ലം പാർലമെന്റ് മണ്ഡലം 7 നിയമസഭാ മണ്ഡലമാണല്ലോ ഉള്ളത്, സുഖമായിട്ട് UDFന്റെ കൈകളിലേക്ക് വരും പ്രേമചന്ദ്രന്റെ ഒരു ഇടപെടൽ കൊണ്ട്. കാരണം പ്രേമചന്ദ്രൻ കൊല്ലത്തിന് അത്രത്തോളം വികസനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സീറ്റ് ചോദിക്കാം. കഴിഞ്ഞ തവണ 2021 5 സീറ്റാണ്. പക്ഷേ ഇവർക്ക് ഒരിടത്തും, കാരണം ഒരു LDF തരംഗമാണ് ഉണ്ടായത്. ഷിബു ബേബി ജോൺ ചവറയിൽ തോറ്റുപോയി സുജിത് വിജയംപിള്ളയോടെ 1000 വോട്ടിനാണ് തോറ്റത്. അത് തിരിച്ചു പിടിക്കാമെന്നുള്ള കണക്കുകൂട്ടലുണ്ട്. ഈ പല മണ്ഡലങ്ങളിലും 5000-ന് താഴെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ LDFകാരുണ്ട്. അതൊക്കെ വീഴ്ത്താൻ കഴിയും എന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. കാരണം അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് ഉണ്ട്. അപ്പോൾ ഷിബു ബേബി ജോണിന് ചവറയിൽ നിന്ന് ജയിക്കാൻ സാധിക്കും. ഷിബു ബേബി ജോൺ വിജയിച്ചു, UDFും വിജയിച്ച് അധികാരം വരികയാണെന്നുണ്ടെങ്കിൽ ഷിബു മന്ത്രി തന്നെയാണ്. ഇനിയിപ്പോൾ NK പ്രേമചന്ദ്രനും കൂടെ വന്നു കഴിഞ്ഞാൽ NK പ്രേമചന്ദ്രൻ യഥാർത്ഥത്തിൽ പാർലമെന്റിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അത് കൊല്ലത്തിന്റെ വികസനത്തിന് നല്ലതായിരിക്കും. പിന്നെ RSP കൊല്ലം മണ്ഡലം ചോദിക്കും എന്ന് മുമ്പൊരു വർത്തമാനം ഉണ്ടായിരുന്നു. കൊല്ലത്ത് കോൺഗ്രസിന്റെ സീറ്റാണ്. അവിടുത്തെ MLA ഇപ്പോൾ LDFിലെ CPM-ൽ നിന്ന് മുകേഷാണ്. വൻ പരാജയത്തിൽ നിൽക്കുന്ന ഒരു MLA ആണ്. കാരണം കൊല്ലത്തെ വോട്ടർമാർക്ക് വേണ്ട എന്ന് അവർ തലേ കൈവച്ച് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഒന്നും ചെയ്യുന്നില്ല. ആളിനെ കണ്ടു കിട്ടുന്നില്ല, MLA കണ്ടു കിട്ടുന്നില്ല. അദൃശ്യനായ MLA ആണ്. പക്ഷേ പിന്നെ സംസാരത്തിനൊന്നും ഒരു കുറവില്ല. പലരോടും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിച്ചാൽ മോശമായിട്ട് തിരിച്ച് പ്രതികരിക്കുന്നു. അപ്പം മുകേഷ് CPM-ന് അവിടെ വലിയ ദോഷമുണ്ടാക്കും. അതുകൊണ്ട് CPM എന്തായാലും സീറ്റ് കൊടുക്കത്തുമില്ല. ഇപ്പം കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രനോട് എതിരിടാൻ CPM-ൽ കരുത്തന്മാരെ ആരുമില്ലാത്തത് കൊണ്ട് അവസാനം മുകേഷിനെ അങ്ങ് പിടിച്ചു നിർത്തി. എന്തിനാ, ഒരാളെ നിർത്തണമല്ലോ, ചാവേറാകാൻ വേണ്ടി. ശരിക്കും അങ്ങനെ ചാവേറാകുകയാണ് ചെയ്തത്. മുകേഷ് പിന്നെ അപാരമായ തൊലിക്കെട്ടി ഉള്ളത് കൊണ്ട് പോയി നിന്ന് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പാർലമെന്റിൽ പോയാൽ എന്താ, ഒരു പ്രയോജനവും ഇല്ലെന്നുള്ളതാണ്. ഇപ്പം അങ്ങനെ NK പ്രേമചന്ദ്രനെ പാർലമെന്റിൽ തന്നെ നിർത്തുകയും ഒരുപക്ഷെ ഇവര് 2 സീറ്റെങ്കിലും ആവശ്യപ്പെടും. RSP കഴിഞ്ഞ തവണ 5 ചോദിച്ചു, ഇത്തവണ കൂടുതലൊന്നും ചോദിക്കില്ല എന്ന് പറയുന്നുണ്ട്. കാരണം കൂടുതൽ ചോദിച്ച് UDFിൽ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കേണ്ട, വിജയം ഉറപ്പുള്ളവ, ജയസാധ്യത ഉറപ്പുള്ളവ, അല്ലാതെ 5 എണ്ണം അവിടെ ഇവിടെയും കൊണ്ടുപോയി നിർത്തിയിട്ട് കാര്യമില്ല. കൊല്ലം കേന്ദ്രീകരിച്ച് ഇരവിപുരമാകാം, ഇരവിപുരമുണ്ട്. ഇരവിപുരത്ത് ഇപ്പോൾ CPM ആണ് അവിടുത്തെ സിറ്റിംഗ് MLA. ചവറ ഒന്നാകാം. ചവറയിലെ ആദ്യം വിജയംപിള്ളയായിരുന്നു ഷിബു ബേബി ജോണിനോട് മത്സരിച്ച്. വിജയംപിള്ള പിന്നീട് മരിച്ചുപോയി. അത് കഴിഞ്ഞാണ് 16-ലും ഒക്കെ വന്നിട്ട് സുജിത് വിജയംപിള്ളയാണ്, അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ സുജിത് വിജയംപിള്ളയാണ്. ആ വിജയംപിള്ളയാണ് ഇപ്പോൾ ഈ 1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഷിബു ബേബി ജോൺ ചവറയിൽ നിൽക്കും, ഉറപ്പാണ്. അത് വിജയിക്കുകയും ചെയ്യും. അപ്പോൾ RSPക്ക് 2 സീറ്റ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. ആ 2 സീറ്റും അവര് ഉറപ്പ് വരുത്തുകയും ചെയ്യും. കാരണം ഘടകകക്ഷികൾ ഇനിയും പലരും UDFിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും സീറ്റ് വിഭജിക്കണം. അപ്പോൾ RSP UDFിനകത്തൊരു നിർണായക ശക്തിയായിട്ട് മാറും. അവരുടെ പഴയ പ്രതാപകാലം വീണ്ടെടുക്കും.